ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു പൊന്നുണ്ണി വ്ളോഗ്സ്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ടേസ്റ്റി കുഴിമന്തിയാണ്. അപ്പോൾ ആദ്യം വേണ്ടത് ഒരു മന്തി കിറ്റാണ്. അതിൽ വെജിറ്റബിൾ ഓയിൽ, അതേപോലെ തന്നെ മന്തി മസാല, ഒരു സോസ്, അതുപോലെ തന്നെ ഉണങ്ങിയ നാരങ്ങ, പിന്നെ അരിയാണുള്ളത്. ഇനി അരി നന്നായി കഴുകിയതിന് ശേഷം കുറച്ച് നേരം വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കണം. ഇനി നമുക്ക് ചിക്കൻ റെഡിയാക്കാം. ആദ്യം തന്നെ 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അത്യാവശ്യം വലിയ പീസ് തന്നെ എടുത്ത് വയ്ക്കുക. അത് ബിരിയാണി പോട്ടിൽ നമ്മൾ നിരത്തി വയ്ക്കുകയാണ്. ഇനി ഓരോ പീസും കയ്യിലെടുത്ത് ഫ്ലോർ കൊണ്ടൊന്ന് കുത്തി കൊടുക്കണം. മസാലയൊക്കെ കയറാൻ വേണ്ടിയിട്ടാണ്. നന്നായി ഒന്ന് ചിക്കനിലേക്ക് കുത്തി കൊടുക്കണം. ഇനി നമ്മുടെ കയ്യിലുള്ള സ്പൈസസ് ഒക്കെ ഗ്രാമ്പു, ഏലക്ക, കറാമ്പട്ട ഒക്കെ ഇട്ട് കൊടുക്കാം. ഇനി ചേർത്ത് കൊടുക്കുന്നത് മാഗിയുടെ ചിക്കൻ ക്യൂബ്സ് ആണ്. ഒരു 2 എണ്ണം ചേർത്ത് കൊടുക്കാം. കുറച്ച് കുരുമുളക് കൂടി വിതറാം. ഇനി നമ്മുടെ മെയിൻ ഐറ്റമായിട്ടുള്ള മന്തി മസാല കൂടി ചേർത്തതിന് ശേഷം മല്ലിച്ചപ്പും പുതിനയിലയും കൂടി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ആവശ്യത്തിനുള്ള വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഇനി നന്നായി മസാല ചിക്കനിലേക്ക് യോജിപ്പിക്കാം. നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും മന്തി മസാലയിലുണ്ടായിരുന്ന സോസും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് നാരങ്ങ നീരും കൂടി ഒഴിച്ചു കൊടുക്കാം. മന്തി കിറ്റിലുണ്ടായിരുന്ന നാരങ്ങ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അടച്ചു വെച്ച് ഫ്രിഡ്ജിൽ ഒരു 2-2.5 മണിക്കൂറോളം വെക്കണം. ഇനി അരി തയ്യാറാക്കാം. വെള്ളത്തിലോട്ട് സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുക്കാം. ഇനി വെള്ളത്തിലോട്ട് 2 മാഗി ക്യൂബ്സും കൂടി ഇട്ട് കൊടുക്കാം. ഇനി കുതിർത്ത് വെച്ച അരി കുറേശ്ശെ ചേർത്ത് കൊടുക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് ചിക്കൻ റെഡിയാക്കാം. ഫ്രിഡ്ജിൽ നിന്നെടുത്ത ചിക്കൻ നേരെ അടുപ്പത്തേക്ക് വയ്ക്കാം. മസാലയൊക്കെ നന്നായി ചിക്കനിലേക്ക് പിടിച്ചിട്ട് ഇനി നന്നായി അടച്ച് വെച്ച് വേവിക്കാം. ഒരു സൈഡ് വെന്തതിന് ശേഷം മറച്ചിട്ട് കൊടുക്കാം. ചിക്കനും മസാലയും കരിഞ്ഞു പോകാതെ നോക്കണം. ഈ സമയം കൊണ്ട് അരി വെന്ത് വന്നിട്ടുണ്ട്. വെന്ത അരി മാറ്റി വയ്ക്കാം. ചിക്കൻ നന്നായി അടച്ച് തന്നെ വേവിച്ചെടുക്കണം, എന്നാലേ വെന്ത് വരുള്ളൂ. ഇപ്പം നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ഓയിൽ നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ചിക്കൻ്റെ മുകളിലായി ചോറിട്ട് കൊടുക്കാം. ഇനി ചോറിൻ്റെ മുകളിലായി നേരത്തെ മാറ്റി വെച്ച ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇനി അതിൻ്റെ മുകളിലായി അരിഞ്ഞ മല്ലിച്ചപ്പും പുതിനയും കൂടി വിതറിയിട്ട് കൊടുക്കുക. കുറച്ച് കുരുമുളക് കൂടി വിതറിടാം. ഇനി ബാക്കി ചോറ് കൂടി അതിൻ്റെ മുകളിലായി വിതറിടാം. ഇനി ചോറിന് മഞ്ഞ നിറം കിട്ടാനായിട്ട് കുറച്ച് വെള്ളത്തിൽ ലേശം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കലക്കി ഒഴിച്ചു കൊടുക്കാം. ഇനി ബാക്കിയുള്ള മല്ലിച്ചപ്പും പുതിന കൂടി വിതറിട്ടിയതിന് ശേഷം അടച്ചു വെച്ച് കുറച്ച് നേരം വെക്കാം. അപ്പോൾ നമ്മുടെ മന്തി റെഡി ആയിട്ടുണ്ട്. കുറച്ച് നേരം അടച്ചു വെച്ചതിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് തോന്നുന്നു. നമ്മുടെ ചാനൽ 250 സബ്സ്ക്രൈബേഴ്സ് ക്രോസ് ചെയ്തിട്ടുണ്ട്. താങ്ക്സ് ഫോർ എവരിത്തിങ് ആൻഡ് കീപ് സപ്പോർട്ടിങ്. അപ്പം നമ്മുടെ ടേസ്റ്റി മന്തി റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.